ഈ യാത്ര പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ കാലാവസ്ഥ നല്ല മഴക്കാലമാണ്. അപ്പോൾ അങ്ങനെ ഒരു പേടിയുണ്ട്. കാരണം നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ, എന്തായിരിക്കും മഴേൻ്റെ സ്ഥിതി, അങ്ങനെ ഒന്ന്. പിന്നെ ഇപ്പം ഇതിൻ്റെ തിരക്കുള്ള സമയമാണ്. നാലമ്പല യാത്രയുടെ തിരക്കാണ്. എല്ലാ ക്ഷേത്രങ്ങളും മനോജ് പറഞ്ഞു, എല്ലാ ക്ഷേത്രങ്ങളും വിചാരിക്കുന്ന മാതിരിയല്ല, മണിക്കൂറുകളോളം പലപ്പോഴും കാത്തിരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് സാധാരണ സംഭവിക്കാറുള്ളത്. പക്ഷേ എന്താ നമ്മുടെ ദൈവാനുഗ്രഹം കൊണ്ട്, നമ്മുടെ കൂടെയുള്ള എല്ലാ ആൾക്കാരുടെയും പ്രാർത്ഥന കൊണ്ട് നമുക്ക് വളരെ നിഷ്പ്രയാസം, വളരെ നല്ല രീതിയിൽ ഈ എല്ലാ സ്ഥലത്തും പോയിട്ട് തൊഴാനും, അതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഗുരുവായൂർ പോയിട്ട് ഇത്ര ഈസി ആയിട്ട് തൊഴിൽ വരുന്നത്. എത്രയോ പ്രാവശ്യം, നൂറുകണക്കിന് പ്രാവശ്യം ഗുരുവായൂർ പോയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല രീതിയിൽ ഇത്രയും വളരെ ഒരു പ്രയാസമില്ലാതെ കയറി തൊഴുതിട്ടൊക്കെ പോരാൻ പറ്റുന്നത്. അതുപോലെ മറ്റൊരു ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന, ദൈവാനുഗ്രഹം. അപ്പം ഇതുപോലൊരു പരിപാടി, ഇതുപോലത്തെ ഒരു യാത്ര സംഘടിപ്പിച്ച മനോജ്, അതുപോലെ നമ്മളുടെ വാഹനം സുരക്ഷിതമായിട്ട് നമ്മൾ ഓടിക്കുന്ന നമ്മുടെ സാരഥി, അതുപോലെ ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ സഹയാത്രികരും, എല്ലാവർക്കും ഇനി ഇതുപോലുള്ള യാത്രകൾ നമുക്ക് സംഘടിപ്പിക്കണം. കാരണം എന്നറിയാന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്തൊരു കാലമാണ്. അപ്പോൾ ഇന്നാണ് സത്യം. നമ്മളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, ഒരു യാത്ര അത് തീർച്ചയായിട്ടും പോകണം. ചെറിയ ചിലവൊക്കെ ഉണ്ടാവും, കുറച്ച് ടൈമും പോകും. അപ്പം ഇന്നലെ ഞാൻ യാത്ര പറഞ്ഞപ്പോൾ വൈഫ് പറയുന്നതായിരുന്നു, അവിടെ അങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ പ്രശ്നമുണ്ട്, എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു, സാറില്ല പോട്ടെ, എന്ത് പ്രശ്നമായാലും ശരി ഇപ്പോൾ പോയാൽ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് തീരുമാനമെടുത്തു. അപ്പോൾ കണ്ട ഒരു കുഴപ്പമില്ല, ഇന്നത്തോടുകൂടി പ്രശ്നം തീർന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലുള്ള യാത്രകൾ നമുക്ക് സംഘടിപ്പിക്കാൻ, നമുക്ക് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.